സ്വാർത്ഥത എന്ന് പറയുന്ന രോഗത്തിന് എല്ലാവരും ഇന്ന് അടിമയാണ്. മറ്റേത് കാലഘട്ടത്തെക്കാളും ഇന്ന് നമ്മുടെ മനസ്സുകളിൽ വല്ലാതെ ടെൻഷൻ നിറയാൻ എന്താ കാരണം? മുമ്പ് കാലത്തെ പോലെയല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളാവട്ടെ ഞാനാവട്ടെ ഏതൊരു വ്യക്തിയും സോഷ്യൽ മീഡിയകളിൽ എത്ര മണിക്കൂറുകളാണ് അവൻ സമയം കളയുന്നത്, എത്രയെത്ര വാർത്തകളാണ് അവൻ്റെ തലക്കുള്ളിലേക്ക് കയറുന്നത്. കൊലപാതകങ്ങൾ ദിവസവും. അത് പ്രണയത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടവളെ കിട്ടിയില്ല, ഇഷ്ടപ്പെട്ടവനെ കിട്ടിയില്ല, കഴുത്തറുത്ത് കൊല്ലുന്നു, അല്ലെങ്കിൽ ആസിഡ് മുഖത്തെ കൊഴിക്കുന്നു. അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടിയുണ്ട്, ആ കുട്ടി എൻ്റെ ജീവിതത്തിലെ സുഖത്തിന് ഒരു കമ്മിയാണെന്ന് വിചാരിച്ച് പെറ്റുതന്നുന്ന ആ തള്ള പോലും ഭിന്നശേഷിക്കാരായ കുട്ടിയെപ്പോലും കൊല ചെയ്യുന്ന തൻ്റെ സുഖം മാത്രമാണ് സുഖമായി കാണുന്നത്. അതിന് തടസ്സം തൻ്റെ മക്കളാണെങ്കിൽ ആ മക്കളെ പോലും കഴുത്തറുത്ത് കൊല്ലാൻ ഒരു വിധത്തിലും മനസാക്ഷിക്കുത്തില്ലാത്തവര് ജനത. കണ്ടവന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടിപ്പോകുന്ന ഭാര്യ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എത്രയോ ആളുകൾ, ഏതു മതമാവട്ടെ ആരാവട്ടെ, ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, വിവാഹം തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിനി പെണ്ണാകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന ആൺകുട്ടികൾ, ഞാനൊരു ആണാണോ പെണ്ണാണോ എന്ന് ഇനി ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഉപ്പാ നിങ്ങൾ എന്നെ പഠിപ്പിച്ചാ മതി, ഉമ്മാ നിങ്ങൾ എന്നെ പഠിപ്പിച്ചാ മതി, ഭക്ഷണം തന്നാ മതി, എൻ്റെ കല്യാണത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാനൊരു പ്രായപൂർത്തിയായ പെണ്ണാണ്, ഞാനൊരു പ്രായപൂർത്തിയായ ആൺകുട്ടിയാണ്. എൻ്റെ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്, എൻ്റെ ബോഡി എൻ്റെ ചോയ്സാണ്. അതിലൊന്നും ഇനി നിങ്ങളാരും ഇടപെടണ്ട. ഇതൊന്നും നിങ്ങളുടെ പഴയ കാലമല്ല, ഇത് പുതിയ ജനറേഷനാണ്, ഇത് പുതിയ യുഗമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലതാ സമാധാനക്കേടിന്റെ വാർത്തകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന മക്കളുള്ള ഒരു കാലം. ഇതൊക്കെ നമ്മൾ ആരാ കേൾക്കാത്തത്, ആരാ വായിക്കാത്തത്? നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് 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 നമുക്ക് തന്നെ തോന്നിത്തുടങ്ങി അതൊക്കെ ശരി തന്നെയാണോ, ശരിയാണോ ഈ പറയുന്നത്? എന്താ ഇതിലൊക്കെ ഉള്ളത്? വിവാഹം വേണ്ടെങ്കിൽ വേണ്ട, ഇനി ആണിനെ തന്നെ കല്യാണം കഴിക്കണോ, ചെയ്തോട്ടെ, അവരും അവരുടെ ചോയ്സ് അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ, എന്തിനാണ് നമ്മളതിനൊക്കെ എതിര് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയോളം ഞാനും നിങ്ങളുമൊക്കെ പോകുന്ന വിധത്തിൽ മീഡിയകൾ അത്രത്തോളം വലിയ പ്രോപ്പഗണ്ടകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയത് സ്വാർത്ഥത എന്ന് പറയുന്ന രോഗം അവന്റെ ഹൃദയത്തെ കാർന്നു തിന്നതുകൊണ്ടാണ്. എല്ലാവരും ചിന്തിക്കുന്നതാ എൻ്റെ സുഖം, അതാ സ്വാർത്ഥത. എല്ലാവരും അതാ പറയണത്, എൻ്റെ സുഖം. എൻ്റെ സുഖത്തിന് നിങ്ങൾ ആരൊക്കെയാണോ തടസ്സം, ഞാൻ വെട്ടി നിരത്തും എന്നാണ്. അതാരായാലും എനിക്ക് വലിപ്പേറില്ല. ബാപ്പയെ ഷൗട്ട് ചെയ്യണോ, പോടാന്ന് പറയും ഞാൻ. ഉമ്മയെ ഷൗട്ട് ചെയ്യണോ, കോടതി വരാന്തയിൽ ജഡ്ജിയുടെ മുമ്പെന്ന് ഞാൻ പറയും, ഉമ്മയുടെ പണി നോക്ക്, ഞാൻ ഇയാളെ കൂടെ പോവുകയാണ്, എൻ്റെ സുഖം എനിക്ക് വലുത്. അതാ സ്വാർത്ഥത. ഇത് എവിടുന്നാ വന്നത്? ആരാ ഉമ്മ, ആരാ ഉപ്പ? ആ ബഹുമാനത്തിൻ്റെതായ ആ ഒരു പിടിവെള്ളിയെ, ആ പൊക്കിൽ കൊടി ബന്ധത്തെ അറുത്ത് മുറിച്ചത് ഇവിടെ ആരാണ്? നമ്മൾ ഇനിയും ചിന്തിക്കാനും ആലോചിക്കാനും അതിന് വേണ്ട രൂപത്തിലുള്ള ന്യൂനതകൾ എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ കുടുംബ തലത്തിൽ തന്നെ അതിന് പരിഹാരങ്ങൾ കാണാനും വൈകിയാൽ ഇവിടെ ഒന്നും നിൽക്കൂലട്ടോ. അപകടങ്ങൾ നിരവധിയാണ്, ചതിക്കുഴികൾ നിരവധിയാണ്, ഹൃദയം നിരേന മലീമസമായി കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മക്കളുടെ ഖൽബ് നമ്മളെക്കാൾ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്തൊരു ജനറേഷൻ അതിനേക്കാണ് ദുഷിക്കും. ഇങ്ങനെയാണ് അവസ്ഥ. എന്തേ കാരണം? അതിന് തെളിനീര് നൽകേണ്ടുന്ന, അതിനെ ശുദ്ധീകരിക്കേണ്ടുന്ന, അതിനെ വിമലീകരിക്കേണ്ടുന്ന, അതിന് കൊടുക്കേണ്ടുന്ന ദവാകൾ, അതിൻ്റെ മരുന്നുകൾ സമയാസമയത്ത് കിട്ടുന്നില്ല. അവിടെയാണ് ഹൃദയം മലീമസമാകുന്നത്. ബാപ്പയും ഉമ്മയും എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, ദീന് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മക്കളില്ല. മക്കളാ സദസ്സിലില്ല. അപ്പൊ ബാപ്പയും ഉമ്മയും ഉപദേശിക്കുമ്പോ മക്കൾക്ക് തോന്നാണ് ഇവര് എന്റെ ശത്രുക്കളാണ്. കാരണം ബാപ്പ കേട്ടതും ഉമ്മ കേട്ടതും ഈ കുട്ടികൾ കൂടി കേട്ടിരുന്നുവെങ്കിൽ ബാപ്പയും ഉമ്മയും ഒരു കാര്യം ഉപദേശിക്കുമ്പോ ആ മക്കൾ പൊട്ടിത്തെറിക്കൂല. കാരണം എന്താണ്? അത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഉമ്മയുടെ അഭിപ്രായം മാത്രമല്ല, ഉപ്പയുടെ അഭിപ്രായം മാത്രമല്ല, പരിയിലെല്ലാവരും അത് ഒരേ അഭിപ്രായമായിരിക്കും. കാരണം കുടുംബസമേത കേൾക്കുന്നത്. എന്നാൽ ഇന്ന് അതിന് തയ്യാറില്ല.
നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് കൊടുക്കുകയാണ് നമ്മുടെ മക്കൾക്ക്. അവർ കേൾക്കണ്ട, അവർ വരണ്ട, അവർ പഠിക്കണ്ട. നമ്മൾ കുറേ ആൾ ഖുർആൻ ക്ലാസ്സിന് പോകും, മക്കളില്ല. മക്കൾ ഖുർആൻ ക്ലാസ് കേൾക്കുന്നില്ല, ഹദീസ് ക്ലാസ് കേൾക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് കിട്ടേണ്ടുന്ന ദവാകൾ, മരുന്നുകൾ സമയാസമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, മക്കൾക്ക് കിട്ടുന്നില്ല. പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മക്കളോട് അരുതേന്ന് പറയുമ്പോൾ ആ മക്കൾ നിങ്ങളെ ശത്രുവായി കാണും. കാരണം നിങ്ങൾക്ക് കിട്ടിയത് അവർക്ക് കിട്ടിയിട്ടില്ല. അതാ കുഴപ്പം. അപ്പൊ